അതോടൊപ്പം നമ്മൾ കാണേണ്ടുന്നത് ഈ വലിയ മണ്ണുമാന്തികൾ വന്നതാണ് കാര്യങ്ങളെ കൂടുതൽ എളുപ്പത്തിലാക്കിയത്. കൂടുതൽ ദൂരത്തിലേക്ക് ഈ കൈകൾ കടന്നെത്താൻ കഴിയും എന്നുള്ളത് നൽകുന്ന ഇവിടുത്തെ ഈ മണ്ണ് മാന്തുന്ന പ്രവർത്തനങ്ങളെ, ഈ മലയിടിച്ചിലിനെ ദേശീയപാതയിൽ നിന്നും വേഗത്തിൽ രക്ഷിക്കാൻ കഴിയുന്ന, വേഗത്തിൽ അത് ക്ലിയർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനം വളരെ വേഗത്തിലാക്കാൻ കഴിയുന്നു. ഷഹീർ നോക്കൂ, ഇതാ ഈ പുഴയുടെ നടുവിലാണ് ഇപ്പോൾ മറ്റൊരു തുരുത്ത് തന്നെയായി രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ രണ്ട് പ്രദേശങ്ങളാണ്, രണ്ട് സ്പോട്ടുകളാണ് ഇന്നലെയുള്ള പരിശോധനകളിൽ തെളിഞ്ഞത്. ഡ്രോൺ ബേസ്ഡ് പരിശോധനയിലും നാവികസേനയുടെ പരിശോധനയിലും തെളിഞ്ഞത് ഇവിടുത്തെ ഈ പുഴയിൽ പുതിയൊരു തുരുത്ത് പോലെ രൂപപ്പെട്ടത് ഈ രണ്ട് ഇടങ്ങളാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അതിലൊന്നിലാണ് ഇപ്പോൾ ആ താഴ്ന്നു കിടക്കുന്ന അതിലൊന്നിലാണ് ഇപ്പോൾ ട്രക്കുള്ളത്. അവിടെയുള്ള സോനാർ പരിശോധനകളാണ്, ശബ്ദ തരംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിനടിയിൽ എങ്ങനെയാണ് ഈ ലോറി കിടക്കുന്നത്, ട്രക്ക് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത്. ആദ്യം ഇവിടെ എവിടെയാണ് ട്രക്ക് പാർക്ക് ചെയ്തിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ ഈ പ്രദേശം ഒരു ആൽത്തറയായിരുന്നു, ഒരു ആലിന്റെ ചുവട്ടിലായിരുന്നു, അല്ലെങ്കിൽ ഒരു ആലിനോട് ചേർന്നായിരുന്നു ലക്ഷ്മൺ നായിക്കിന്റെ കട. അവിടേക്ക് ഈ വഴിയാത്രക്കാർ, ഈ പാതയോരത്തെ മുഴുവൻ ആളുകളും അവിടേക്ക് എത്തുന്ന, അവിടെ വിശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് പക്ഷേ ഈ മലയിടിച്ചിലിൽ ആ കല്ല് ഇല്ലാതാകുന്നു, ആ മല തന്നെ, ഈ പ്രദേശം തന്നെ മാറിപ്പോകുന്നു. അതിനുശേഷം പക്ഷേ സംഭവിക്കുന്നത് അവിടെയാണ്. ആ പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഷഹീർ, നമുക്ക് ആ പരിശോധന നടത്തുന്ന ഡ്രോണിന്റെ ദൃശ്യങ്ങൾ കാണാം. ഇത് ഇമേജിംഗ് ഇന്നലെ കൊണ്ടുവന്ന പുതിയ സംവിധാനം, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള വീണ്ടും ആ പരിശോധന തുടരുകയാണ്. കാരണം ഇന്നലെ എടുത്ത ചിത്രങ്ങളിൽ അതിൽ കൃത്യമായ ഒരു സൂചന കിട്ടിയില്ല എന്നാണ് മേജർ ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞത്. കാരണം അതുകൊണ്ട് ആ പരിശോധന ആവർത്തിക്കുന്നു. കുറച്ചുകൂടി കൃത്യമായി ഓരോ നിമിഷവും അതിന്റെ അടിത്തട്ട് മാറുന്നുണ്ട്, പുതിയ സാധനങ്ങൾ ഒലിച്ചെത്തുന്നുണ്ട്, പഴയത് ഒലിച്ചു പോകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നിരന്തരമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ പ്രകൃതിയെ പുതിയ ഇമേജുകൾ ചികഞ്ഞെടുത്തുകൊണ്ട് അതിൽ എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും സൂചന കിട്ടുമോ എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എടുത്ത തെർമൽ ഇമേജിംഗ് അത്തരം കാര്യങ്ങളൊന്നും ഫലവത്തായില്ല, അത്തരം കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച ഫലം നൽകിയില്ല. ഇതുവരെ ഏറെക്കുറെ ഒരുപാട് പ്രതീക്ഷകൾ തന്നെങ്കിലും അതൊന്നും പിന്നീട് ഫലവത്താകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇമേജിംഗ് നടക്കുന്നത്. നാവികസേനയുടെ 2 സംഘങ്ങൾ ഇപ്പോഴും ഗംഗാവല്ലി പുഴയിലുണ്ട്. ഈ പുഴയിലേക്ക് നാവികസേനയുടെ കൂടുതൽ സംഘങ്ങൾക്ക് അവർക്ക് അവിടെ മുങ്ങിത്തപ്പുക, കൂപ്പുകുത്തുക, ഡൈവ് ചെയ്ത് അതിനടിയിലേക്ക് പോവുക. ഇത് പുഴയുടെ അടിയിലേക്കല്ല പോകുന്നത്, ഇപ്പോൾ അത് ചെളിയിലേക്കാണ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. കാരണം കാണാം, കുത്തിയൊലിച്ചു പോകുന്ന ഈ പുഴ അത് നൽകുന്നത് അക്ഷരാർത്ഥത്തിൽ അത് ഒരുപാട് ആഴത്തിൽ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്ന, ചെളി വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ചെളി വന്ന് അടിഞ്ഞ് നിറഞ്ഞു കൂടിയിട്ടുള്ള ആ സ്ഥലത്തേക്ക് ഒരുപാട് ആഴത്തിലാണ് ഇപ്പോഴും ആ ട്രക്ക് കിടക്കുന്നത്. അത് എവിടെ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എവിടെ എന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോഴും അതിലേക്ക് എങ്ങനെ എത്താൻ പറ്റും, അതിന്റെ ക്യാബിനിലേക്ക് എങ്ങനെ എത്താൻ പറ്റും, അത്തരം കാര്യങ്ങളൊന്നും ഇനിയും ഇപ്പോഴും ഒന്നും പറയാനാവാത്ത അവസ്ഥയാണ്. കാരണം കൃത്യമായ ഒരു പൊസിഷൻ, കൃത്യമായ ഒരു ധാരണയില്ലാതെ മറ്റൊരു മനുഷ്യന് ഈ കുത്തിയൊലിച്ചു പോകുന്ന പുഴയിലേക്ക് കടന്നു പോകാനാവില്ല. അത് കുത്തൊഴുക്ക് അത്ര രൂക്ഷമാണ്. അവർ പറയുന്നത് 2 നോട്ട്സിന് അധികമാണ് എങ്കിൽ അവിടേക്ക് ഇറങ്ങുന്നത് ഏറെക്കുറെ ദുഷ്കരമാണ്. അടിയന്തരമായൊരു സ്വഭാവത്തിൽ ഇനിയും ഒരാളുടെ രക്ഷിക്കാനായിട്ട്, ഒരു പ്രാണൻ രക്ഷിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ ശ്രമിക്കും. പക്ഷേ അതിനപ്പുറത്ത് എത്രത്തോളം എന്നുള്ള ഒരു സാഹചര്യം നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ നാവികസേനാ സംഘങ്ങൾ ഇപ്പോൾ ഇനിയൊരു തിരക്കിട്ട് ഇതിലേക്ക് ചാടി ഇറങ്ങി കൂപ്പുകുത്തി അത് തിരയാനുള്ള ഒരു സാധ്യത തുലോം കുറവാണ് എന്ന് പറയുന്നത് ആ സാഹചര്യത്തിലാണ്. നമുക്ക് കാണാം എത്ര ശീഘ്രമായാണ്, എത്ര വേഗത്തിലാണ് ആ പുഴ കുത്തിയൊലിച്ചു പോകുന്നത്, എത്ര ഒഴുക്കാണ്, ആ പ്രവാഹത്തിന്റെ ഒഴുക്ക് നോക്കൂ. ഇവിടെയാണ് സാധാരണഗതിയിൽ
ഈ ബോട്ടുകൾ പോലും അത്ര എളുപ്പത്തിൽ വളരെ കൃത്യമായി സുശിക്ഷിതരായ സേനാംഗങ്ങളാണ് അവിടെയുള്ളത്. അവരും പറയുന്നു, പക്ഷേ ഇതിന് താഴേക്ക് പോകുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ഇവിടെ നിന്ന് ഈ ഒഴുക്കിലേക്ക് ചാടി എന്തെങ്കിലും പരിശോധന നടത്തുന്നത് അസംഭവ്യമാണ്, അസാധ്യമാണ് എന്നവർ പറയുന്നു. കാരണം അത് മറ്റൊരു അപകടത്തിന് വഴിയൊരുക്കുമോ എന്നുള്ളത് അവർ ആശങ്കപ്പെടുന്നുമുണ്ട്. ഈ പുഴയിലേക്ക് നിരന്തരം ഇതിനപ്പുറത്ത്, ഈ പാലത്തിനൊക്കെ അപ്പുറത്ത് നിന്ന് നിരന്തരം കൈവഴികൾ വന്നു ചേരുന്ന ഒരു പുഴയാണിത്. ഈ പുഴ ഇനി ഒഴുകി ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്ത് ചെല്ലുന്നത് അറബിക്കടലിലേക്കാണ്. അങ്കോലയിൽ ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണ് അങ്കോല. ആ അങ്കോലയുടെ ഇത് പക്ഷേ അപകടത്തിന്റെ മുനമ്പായി, അപകടത്തിന്റെ തുരുത്തായി ഈ പുഴക്കര ഈ നിമിഷം മാറി എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്നുണ്ട്. ഇതിന് മറുവശത്ത് നമുക്ക് കാണാം, ഇപ്പോൾ ആ കാറൊക്കെ കിടക്കുന്ന പ്രദേശത്ത് അവിടെയാണ് ഈ ഇടിഞ്ഞു ചെന്ന മല മറ്റൊരു സുനാമി കണക്കെ അവിടെ ആർത്തലച്ച് ആ വീടുകളുടെ മുഴുവൻ അടിത്തറ തോണ്ടിയെടുത്ത് കടന്നുപോയത്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ, അതെല്ലാം അന്നത്തെ സുനാമി, ഈ പുഴയിൽ മലയിടിച്ചിലുണ്ടാക്കിയ ആ വലിയ ആഘാതം, അത് അപ്പാടെ കടലെടുക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ കടലിലേക്കെടുക്കുന്ന കാഴ്ചയായിരുന്നു. ഇനിയുള്ള അങ്ങോട്ട് നീങ്ങുന്നത് ഇവിടെ തറഞ്ഞു കിടക്കുന്ന ലോഹഭാഗങ്ങൾ കാണാം. ഇത് ടവറിന്റേതുണ്ട്, മറ്റ് പല അവശിഷ്ടങ്ങളുടേതുമുണ്ട്. ഇവിടെയാണ് ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോൾ ആ കുഞ്ഞുടുപ്പുകൾ, ആ കളിപ്പാവകൾ, കളിപ്പാട്ടങ്ങൾ, ആ വീട്ടുപകരണങ്ങൾ, വീട്ടുപാത്രങ്ങൾ, അടുക്കളയുടെ അവശിഷ്ടങ്ങൾ, അതെല്ലാം നമ്മൾ കണ്ടത്. ഒരു ദൈനംദിന ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയിരുന്ന ഒരുപാട് പേരെ, അവിടെ ചായ കുടിക്കാൻ കയറിയിരുന്നവരെ, അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്നവരെ, അവിടെ വിശ്രമിക്കാനിരുന്നവരെ, അവരെ അടക്കം നിമിഷാർദ്ധം കൊണ്ട് വളരെ വേഗത്തിൽ അതിവേഗം തുടച്ചു നീക്കി പുഴ ഇപ്പോൾ ഒഴുകുകയാണ്. ഈ മണ്ണിടിച്ചിലിനപ്പുറത്ത് പുഴ ഒഴുകുന്നത് അത്രയും തീവ്രമായാണ്, അത്രയും ശക്തമായാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മനുഷ്യസാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും, മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ യന്ത്രങ്ങളെയും സാങ്കേതിക വിദ്യയെയും കൂടി അതിന്റെ സഹായം കൂടി തേടുന്നത്. ഡൽഹിയിൽ യോഗം നടക്കുകയാണ്. ഏകോപന സമിതിയുടെ വിവിധ സേനാ വിഭാഗങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപഗ്രഥിച്ച് ഇന്നലെ എടുത്ത ചിത്രങ്ങളുടെ അപഗ്രഥനം, അതെല്ലാം പൂർത്തിയായിക്കൊണ്ടുള്ള യോഗം നടക്കുകയാണ്. നമ്മുടെ MP നമുക്കൊപ്പമുണ്ട്. രാഘവേട്ട, എങ്ങനെയാണ് പുതിയ മനുഷ്യന് കഴിയാവുന്നതൊക്കെ ചെയ്തു അല്ലേ? മനുഷ്യസാധ്യമായി എല്ലാം ചെയ്തു. നമ്മുടെ ഏജൻസികളെല്ലാം തന്നെ കോർഡിനേറ്റ് തന്നെ ചെയ്തു. ഇപ്പോഴത്തെ നേവി, ആർമി, NDRF, SDRF, അത് കൂടാതെയാണ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വന്ന ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് ലൊക്കേഷൻ അതും ഐഡന്റിഫൈ ചെയ്തു. ഇപ്പം വീണ്ടും സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, തെർമൽ സ്കാനിങ് നടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാലും ഇത് ഡൈവ് ചെയ്യണമെങ്കിൽ നേവിയാണ് തീരുമാനിക്കേണ്ടത്. കാരണം 2 നോട്ട്സിനപ്പുറം പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എനിക്ക് 8 നോട്ട്സ് വരെ ഉണ്ടെന്ന് പറഞ്ഞു ഒഴുക്ക്, അണ്ടർ കറണ്ട്. എങ്ങനെ ചാടാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം പൊതുമരാമത്ത് മന്ത്രി റിയാസിന്റെ പ്രസിഡൻസിലും യോഗം നടക്കുന്നു. ആ യോഗത്തിൽ വെച്ചായിരിക്കും മിക്കവാറും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കൂടി ആ യോഗത്തിൽ പങ്കെടുക്കുക. കലക്ടർ ഉൾപ്പെടെയുണ്ട്. ഏതെങ്കിലും മന്ത്രിമാർ വരുന്നുണ്ടോ? ഇവിടുത്തെ മന്ത്രിമാർ, ഇവിടുത്തെ ചുമതല, അത് പറഞ്ഞില്ല. ഇവിടുത്തെ MLA വരുന്നു, അദ്ദേഹത്തെയാണ് കോർഡിനേഷൻ ചുമതല ഏൽപ്പിച്ചത്. അദ്ദേഹം വരുന്നു. അപ്പം ഞാൻ കലക്ടറോട് സംസാരിച്ചു. ഡിസ്ട്രിക്ട് കലക്ടർ പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് കൺവീൻ ചെയ്യാണ്. അത് 3 മണിയാണ്. കേരള മിനിസ്റ്റർ കൂടി വന്നിരുന്ന ശേഷം നമുക്ക് എങ്ങനെയാണ് ഫ്യൂച്ചർ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ആലോചിക്കാം. അത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം എന്ന് പറയാവുന്നതും. അത് തന്നെയാണ് 3 മണിക്ക് മറ്റൊരു യോഗം ചേരാനിരിക്കുന്നു. ആ യോഗത്തിന്റെ കൂടി തീരുമാനങ്ങൾ, അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവരെല്ലാം, നമ്മുടെ MLA-മാരെല്ലാം ഇവിടെ ദിവസങ്ങളായി ഇവിടെ തമ്പടിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഓരോ നിമിഷവും കൺപാർക്കുന്നത് ഈ പുഴയിലേക്കാണ്, നമ്മൾ ഓരോ നിമിഷവും തിരയുന്നത് ഈ പുഴയിലേക്കാണ്. ലിൻഡോ, 3 മണിക്ക് റിയാസ് വന്ന് യോഗം ചേരുന്നുണ്ട്. അതെ, 3 മണിയാണ് ഇപ്പോൾ കണ്ടത്. റിയാസ് മിനിസ്റ്റർ ഇപ്പൊ തന്നെ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞു. ഒരുപക്ഷെ നേരത്തെ എത്താൻ സാധിക്കും. നേരത്തെ എത്തിയാൽ അതിനനുസരിച്ച് DC യുമായി ചേർന്നൊരു യോഗം ചേരാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്.
ഇവിടെ ഈ സ്ഥലം കൂടി വന്ന് കണ്ടതിന് ശേഷം അതെ സ്ഥലം കൂടി വന്ന് കണ്ടതിന് ശേഷം ഒരു മീറ്റിംഗ് ഇരുന്ന് ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു അന്തിമമായ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇന്ന് വരുന്ന നിർദ്ദേശം. ഇനിയുള്ള തെരച്ചിലിന് ആരെയൊക്കെ ഇറക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത്തരം ഒരു യോഗത്തിൽ ഇവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ തെരച്ചിലിൽ നിന്ന് അവരുടെ അനാലിസിസ് അതെല്ലാം ആശ്രയിച്ച് അതുമായി ബന്ധപ്പെടുത്തി കൂടുതൽ എന്ത് ചെയ്യാനാവും എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ ജില്ലാ കളക്ടർ ഇതുവരെ നടന്ന 11 ദിവസങ്ങളായി നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തയ്യാറാക്കി ഇനി നമ്മുടെ സാധ്യത മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായി ഒരു അനലൈസ് ചെയ്ത് അതിനുശേഷം ഒരു അന്തിമമായ തീരുമാനം എടുക്കുക എന്നുള്ളതായിരിക്കും ബഹുമാനപ്പെട്ട PWD പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വരുന്നതിന്റെ ഭാഗമായിട്ട് എടുക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. കാരണം പുഴ കുലങ്കുത്തി ഒഴുകുക, അതിശക്തമായ ഒഴുക്കാണ്. നമുക്ക് കാണാം. ഇത് അടുത്ത ദിവസങ്ങളിലും ഇവിടെ ഓറഞ്ച് അലർട്ടാണ്. അത് ഉണ്ടാക്കുന്നത് ഈ പുഴയിൽ ഈ വെള്ളം, ഈ ഒഴുക്ക് ഇതേപടി തുടരാനാണ് സാധ്യത എന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ ഒരു ഒഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ തിരച്ചിൽ എത്രത്തോളം ദുഷ്കരമാണ് എന്ന് നാവികസേന മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നേവി രാവിലെ മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ പരമപ്രധാനമായ പരിഗണന, ഇന്ന് ഞങ്ങൾക്ക് ഒരേയൊരു ദൌത്യമേ ഉള്ളൂ, അത് അർജുനിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്ന് രാവിലെ മുതൽ നാവികസേന നിരന്തരം അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ നിമിഷവും അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത്, കാണൂ, നിങ്ങൾ ഞങ്ങളുടെ തെരച്ചിൽ കാണൂ, ആ തെരച്ചിൽ ഇതിനു വേണ്ടിയാണ്. പക്ഷേ അതിനുവേണ്ടിയുള്ള ഇമേജിംഗ് നടക്കുന്നു. അപ്പോഴും നമുക്ക് കാണാം മാനത്ത് ഏത് നിമിഷവും മറ്റൊരു മഴ പൊട്ടിയൊലിച്ചെത്തുമോ എന്നുള്ള ആശങ്ക നമുക്കുണ്ട്. ഈ മലയോരത്ത്, ഈ കാട്ടിൽ, ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്യുന്ന നീര് മുഴുവൻ പുഴയുടെ ഒഴുക്കായി മാറുന്ന ഒരു അപൂർവമായ വളരെ വളരെ സവിശേഷതകളുള്ള ഒരു പ്രകൃതി മുനമ്പാണിത്. ആ പ്രദേശത്താണ് ഈ രണ്ട് കുന്നുകൾക്ക് ഇടയിൽ ഈ പുഴ വളഞ്ഞ് തിരിച്ചെത്തുമ്പോൾ, ഈ കടന്നു വരുമ്പോൾ ഈ പുഴയോരത്തെ മണ്ണ് കൂടിക്കൊണ്ടാണ് ഇവിടെ കലങ്ങിപ്പോകുന്നത്. നമുക്ക് ഇതിൽ പലയിടത്തും കാണാം കൂടുതൽ ചെളി അവിടെ കാണുന്നുണ്ട്. കാരണം അതിനൊരു കാരണം അവിടുത്തെ ഒഴുക്കിന്റെ സ്വഭാവമാണ്. അവിടുത്തെ ആഴമുള്ളതും ആഴമില്ലായ്മയും ഒക്കെയാണ് ഇത്തരത്തിൽ ചെളിയുടെ ഒഴുക്കായി കൂടി നമ്മൾ കാണുന്നത്. പക്ഷേ അപ്പോഴും അതിശക്തമായി ഈ പുഴ, നമുക്ക് നമ്മുടെയൊക്കെ പുഴകൾ മഴക്കാലത്ത് അതിതീവ്രമായി ഒഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ വിധത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളും തീവ്രമായ വിധത്തിൽ കർക്കിടക മാസത്തിലെ വലിയ പെയ്ത്ത് ഒക്കെയുണ്ടല്ലോ, അതിനൊക്കെ സമാനമായ വിധത്തിൽ ഇവിടെയും ആ മഴ പെയ്ത്ത് പുഴയുടെ അസാധ്യമായ നീരൊഴുക്കായി മാറുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാനാവുന്നത്. അപ്പോഴാണ് ഇതിനുള്ളിൽ നിന്ന് എന്തൊക്കെ തിരഞ്ഞെടുക്കാം, എന്തൊക്കെ കണ്ടെത്താം എന്നുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ആ ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാം നാവികസേന അംഗങ്ങൾ ഈ ഗംഗാവല്ലിപ്പുഴയിൽ ഒരിക്കൽ കൂടി ഇമേജിംഗ് എത്രത്തോളം ശക്തമായി നടത്താം, എത്രത്തോളം കൃത്യമായി ആ ട്രക്ക് കിടക്കുന്ന കാര്യങ്ങൾ. 2 സ്പോട്ടുകളാണ് ഇന്നലെ ഡിറ്റക്ട് ചെയ്തത്. ആ 2 സ്പോട്ടുകളിലും ഒന്ന് കുറച്ച് നീളത്തിലുള്ളത്, മറ്റൊന്ന് അതാണോ അവിടെയാണോ സാന്നിധ്യമുള്ളത് എന്ന് സംശയിപ്പിക്കുന്നത്. ഈ രണ്ടിടത്തും പരിശോധനകൾ തുടരുന്നുണ്ട്. അതിൽ ക്യാബിൻ വേർപെട്ടിട്ടുണ്ടാവില്ല എങ്കിൽ ട്രക്കിൽ തന്നെയെന്ന് നിർമ്മാതാക്കൾ ഉറപ്പിച്ചു പറയുന്നു. അത് അത്ര ഒരു വലിയ ഒഴുക്കിനെയും മറികടക്കാൻ കഴിയുന്ന ഒന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ നീളത്തിനനുസരിച്ച് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ തടിക്കെട്ടുകൾ, പൊട്ടിയ കയർ പാതി ദൂരത്തോളം പോയതിനു ശേഷമായിരിക്കും പൊട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതുവരെ ഇത് ഒഴുകിപ്പോയിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും അതുണ്ടായത് എന്ന് നോക്കുകയാണ്, ഒഴുക്ക് പരിശോധിക്കുകയാണ്. ഒഴുക്കിന്റെ എത്ര വേഗം, ഇപ്പോൾ 2 നോട്ടിനപ്പുറത്ത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും എത്രത്തോളമാണ് വരുന്നത്. ഇന്ന് കുറച്ചു നേരമായി വെയിലുണ്ട്. മഴ രാവിലെ 7 മണിക്ക് ശേഷം പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര വേഗം, എത്ര നീളത്തിൽ, എത്ര ആവേഗമുണ്ട് ഈ പുഴയുടെ പ്രവാഹത്തിന് എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണ്. ആ പരിശോധിക്കുമ്പോൾ അത് പരിശോധിക്കുന്നത് അതിൽ ഇറങ്ങാനുള്ള സാധ്യത തേടിയാണ്. അതിലേക്ക് എത്രത്തോളം കൂപ്പുകുത്താനാകും എന്ന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അനുനിമിഷം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, സാധ്യതകൾ ആരായുന്നു. അതിനെ ആശ്രയിച്ചിരിക്കും ഈ എവിടെയാണ് ക്യാബിൻ കിടക്കുന്നത്, എവിടെയാണ് ആ അർജുന്റെ സാന്നിധ്യമുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ പരിശോധനകൾ നേരത്തെ പറഞ്ഞതുപോലെ നിരാശാജനകമായിരുന്നു. പക്ഷേ നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരും പറയുന്നു സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള
തെരച്ചിലുകളും തുടരും. അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണ്. അത് ഓരോ നിമിഷവും അതെത്രത്തോളം എന്ന് ആ ശ്രമങ്ങൾ തുടരുകയാണ്. അർജുനിലേക്ക് എത്താനുള്ള ശ്രമമാണ് ഇന്നത്തെ ആദ്യ പരിഗണനയെന്ന് നേവി പറയുമ്പോഴും നമുക്കറിയാം. നോക്കൂ, വളരെ അതിമനോഹരമായൊരു പ്രദേശമായിരുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അത് പക്ഷേ വളരെ വേഗത്തിൽ അത് ഒരു അപകടമുനമ്പായി മാറുന്നു. ആ അപകടമുനമ്പ് നമുക്ക് നൽകുന്നത് ഒട്ടും സുഖകരമല്ലാത്ത ഓർമ്മകളായി ഇനി മാറാനിരിക്കുകയുമാണ്.